അമ്മയും കുഞ്ഞും കിണറ്റിൽ മരിച്ച നിലയിൽ. കിഴക്കനിലെ വീട്ടിൽ ദിനേശന്റെ ഭാര്യ സുമതി, 32 വയസ്സ്. അതല്ല, റെയിൽവേ ട്രാക്കിൽ അജ്ഞാത യുവതിയുടെ മൃതദേഹം. കൊള്ളാം. ഉദ്ദേശം 22 വയസ്സ്, വെളുത്ത നിറം, 5 അടി 5 ഇഞ്ച് ഉയരം. അപ്പൊ കുഞ്ഞെവിടെ പോയി? അച്ഛനിവിടെ എന്ത് ചെയ്യാ? ഞാൻ ആ വാർത്ത നോക്കുമായിരുന്നടാ. ഏത് വാർത്ത? കായലോ കുളമോ കൊക്കയോ നിന്റെ ഭാര്യയും മോളും കൂടെ തെരഞ്ഞെടുത്തത് ഏത് സ്ഥലമാണെന്നൊന്നും അറിയണ്ടേ? പക്ഷെ എന്ത് ചെയ്യാൻ, അരിച്ചു പെറുക്കി നോക്കിയിട്ടും എവിടെ ആ വാർത്ത കാണാനില്ലടാ. ചിലപ്പോ വാർത്ത കിട്ടിയപ്പോ വൈകി കാണും, അപ്പൊ ചേർക്കാനും പറ്റില്ലല്ലോ. നീ ആ ലോക്കൽ ചാനലൊന്ന് വെച്ച് നോക്കിക്കേ, ചിലപ്പോ സ്ക്രോള് പോകുന്നുണ്ടാവും. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? അതുങ്ങൾ പോയ വഴിക്ക് പോട്ടെ. അങ്ങനെയല്ലടാ, ചില കാര്യങ്ങള് ഒന്നുകൂടി ഉറപ്പിക്കുന്നത് നല്ലതാ. അംബികയുടെ കാര്യത്തിൽ ആദ്യമേ അങ്ങനെ ചെയ്യാതിരുന്നതാ നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റ്. ഇനിയിപ്പോ അവളും കൊച്ചും ചത്തു തുറഞ്ഞാലും എനിക്ക് എന്താ ഗുണം? എന്റെ ലൈഫ് പോയില്ലേ. ലൈഫ് പോയെന്നോ? വിവരദോഷം പറയില്ലേ വേണു. അവൾക്ക് നിന്റെ ലൈഫിൽ ഒരു ഗസ്റ്റ് റോൾ മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള ഹീറോയിൻ വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, അത് മാനസയെക്കാളും വലിയ പണക്കാരിയായിരിക്കും. അതെന്റെ ഒരു വാശി കൂടിയാ. നയാ പൈസയ്ക്ക് വകയില്ലാത്ത സിദ്ധാർത്ഥന്റെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോ അവൾ കാണണവടാ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ. കണ്ട് കണ്ട് കരയണം. അതൊക്കെ ഇനി നടക്കുവച്ചാ? നടക്കൂടാ, നടക്കും. ഈ അച്ഛനത് നടത്തിത്തരും. അതിനുവേണ്ടിയല്ലേ അച്ഛൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പത്രത്തിലെ ചരമകോളം തപ്പുന്നത്. എടാ വിവരദോഷി, നിനക്കെനിയും കെട്ടണേലേ ആദ്യത്തെ ഭാര്യയുടെ മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ഇതിപ്പോ നമുക്കറിയാൻ പറ്റാത്ത ഏതെങ്കിലും ദേശത്ത് പോയി ചത്താ കെണി ആകുമല്ലോ ഭഗവാനെ. ഈ അടുത്ത പ്രദേശത്തെങ്ങാനും വെച്ച് ചാകാൻ ദൈവമൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചാ മതിയായിരുന്നു. എനിക്കതല്ല പേടി. അവള് ചാവുന്നതിന് മുമ്പ് നമ്മുടെ ആരെങ്കിലും പേരെഴുതി വെക്കുമെന്നാ. എഴുതി വെക്കട്ടടാ. ആ പേപ്പറിന് പകരം വേറൊരു പേപ്പർ എടുത്ത് കോടതിയിലോട്ട് കൊടുക്കും. പെണ്ണിനെ വട്ടാന്നുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. അത് ബുദ്ധിയാ. ഇങ്ങനൊരു ബുദ്ധി നേരത്തെ തോന്നാത്തതിന് ശിക്ഷയാടാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താ? നിന്റെ അമ്മ തന്നെ ആ പോത്ത്. അനങ്ങല്ലേ മോളെ? ദേ അച്ഛമ്മ. എന്റെ പൊന്നുമോള് അച്ഛമ്മയെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞല്ലോ. അച്ഛമ്മയെ കണ്ടാൽ എനിക്കറിയാലോ. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ മോളെ? കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നമ്മേ. സ്കാനിങ് എക്സ്റേ ഒക്കെ എടുത്തു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് പുറമേയുള്ള പൊട്ടല് മാത്രമേ ഉള്ളൂ എന്നാ. എന്നാലും ഈ കുഞ്ഞിനോട് ഇത്രയ്ക്ക് മഹാഭാവം ചെയ്യാൻ തോന്നിയല്ലോ അവന്.
ശപിക്കല്ലേ മോളെ നീ അവനെ. എത്രയൊക്കെയായാലും അവനെന്റെ മോനായി പോയില്ലേ. ശാപമല്ലമ്മേ, വേണുവേട്ടനെ പറ്റി പ്രാർത്ഥന മാത്രമേ എന്റെ ഉള്ളിലുള്ളൂ. എന്താ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവനറിയുന്നില്ല മോളെ. അവന്റെ കണ്ണു മൂടിയിരിക്കുക ഏതോ ദുഷ്ടശക്തികള്. നിങ്ങളുടെ ആരെങ്കിലും ആണോ ഇവര്? ഞാനിവളുടെ ഭർത്താവിന്റെ അമ്മയാ. എന്നാ പറ്റിയതാ കൊച്ചിന്? ചോദിച്ചിട്ട് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സ്റ്റെപ്പിന്ന് വീണതാന്ന്. ഞാൻ വിശ്വസിച്ചു. എന്നാലും നിങ്ങളാൾ കൊള്ളാം കേട്ടോ. സ്വന്തം മോന്റെ കുഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ഇവിടെ കിടക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങള്? ഒരു കുപ്പി മരുന്നിനോ വെള്ളത്തിനോ കാശില്ലാതെ ഇവിടെ കിടന്ന് നരകിക്കേ നിങ്ങള്. എന്നിട്ടും ബന്ധുക്കളെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ നിഴല് പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് നല്ല സംശയമുണ്ട്, നിങ്ങൾ തന്നെ ഈ കുട്ടിയെ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടതാണോന്ന്. ചേച്ചി, വേണ്ടാത്തത് പറയരുത്. ഞാനൊന്നും പറഞ്ഞില്ലേ. അവസാനം കുഞ്ഞിന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബ്രെഡ് വേണം പാല് വേണോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വരാതിരുന്നാ മതി. വേറെ ആരും വന്നില്ലേ മോളെ അന്വേഷിച്ച്? ആര് വരാനമ്മേ? സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എവിടെയാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. സിദ്ധുവേട്ടന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ വിഷമം തട്ടിയിട്ടുണ്ട്. എന്നാ അതങ്ങ് പറയുന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെയാണെന്നൊന്നും ആരെയും അറിയിച്ചില്ല. വരികയും പോവുകയും ചെയ്യുന്നവരോടൊക്കെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഇത്രയൊന്നും പാവം ആകരുത് മോളെ മനുഷ്യര്. ഞാൻ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാ എന്റെ മോൻ തലതിരിഞ്ഞു പോയത്. നിന്റെ കയ്യില് കാശൊക്കെ ഉണ്ടോ മോളെ? എനിക്കറിയാം മോളെ, ഒന്നും ഉണ്ടാകില്ലെന്ന്. ഉടുതുണിയായിട്ട് ഇറക്കി വിട്ടതല്ലേ നിന്നെ. ദേ, എന്റെ കയ്യിൽ ഇതേ ഉള്ളു മോളെ. നിനക്കറിയാലോ അവിടുത്തെ കാര്യങ്ങള്. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാ ഞാൻ. ഒരാവശ്യത്തിന് 10 പൈസ എടുക്കാൻ അവകാശമില്ല. ഞാനിപ്പോ വന്നത് തന്നെ അച്ഛന്റെയും മകന്റെയും കണ്ണു വെട്ടിച്ച. കാശൊന്നും വേണ്ടമ്മേ. ദേ, നീ ഇത് പിടിക്ക്. മോളെ ചക്കരേ, മോൻ പോയിട്ട് വരട്ടെ. മുത്തശ്ശേരി മുത്തന്താ. ഇനി മുത്തശ്ശി ഒരെണ്ണം തരാം. എന്റെ മക്കൾക്കേ വേഗം സുഖാവും കേട്ടോ. മുത്തശ്ശി പോയിട്ട് ഇനി വരാം. ശരി അച്ഛമ്മ. അമ്മ വിഷമിപ്പിക്കരുത് കേട്ടോ. ഇല്ല. മുത്തശ്ശി പോയിട്ട് വരട്ടെ. ഓക്കെ അച്ഛമ്മ. ഹലോ മനസ, നിനക്ക് എന്ത് പറ്റി? രാവിലെ മുതൽ ഞാൻ വിളിക്കുക. നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? എന്തിനാ നീ വിളിച്ചത്? നീ മറന്നോ? ഇന്നല്ലേ അശ്വതിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ? ഓ, എന്താടി ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? ഒരു മൂഡില്ലടി. മൂഡില്ലെന്നോ? ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര മാസം മുമ്പ് പ്ലാൻ ചെയ്തതാ. അതന്നല്ലേ? ഇത് ഇന്നല്ലേ? അടിച്ചു നിന്റെ ചെവിക്കുറ്റി പൊട്ടിക്കും ഞാൻ. ഞാനിപ്പോ എന്താ വേണ്ടത്? ഷാർപ്പ് 6:30 സ്പോട്ടിൽ ഉണ്ടാവണം നീ. ഇല്ലെങ്കിൽ സ്ഥല SP-യുടെ കുഞ്ഞനിയത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അറസ്റ്റും ക്യാപിറ്റൽ പണിഷ്മെന്റും ഉറപ്പാ. ഓക്കേടി, ഞാൻ എത്തിക്കൊള്ളാം.
ആ സേതു പാർവതിയുടെ കാര്യം വലിയ തലവേദനയാണല്ലോടെ. വർഷത്തെ 360 ദിവസം ഒരു ഹോസ്പിറ്റലും. അംബികയല്ലേ അത്? അംബിക, അംബിക എന്താ ഇവിടെ? മോൾക്ക് ചെറിയൊരു അപകടം. മോൾക്ക് എന്താ പറ്റി? അവള് സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് വീണു. എപ്പോ? ഇന്നലെ രാത്രി. എന്നിട്ട് വേണുഗോപൻ എവിടെ? ഇത്രയും നേരം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ അറിഞ്ഞോ? അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. എന്റെ എന്തെങ്കിലും സഹായം വേണോ? ആരെങ്കിലും അറിയിക്കാനോ മറ്റോ? വേണ്ട, ഞാൻ അറിയിച്ചോളാം. എന്നാ ശരി. അംബികേ, ഇവിടെ വരെ വന്നിട്ട് ഗോപിക മോളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. മോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അന്ന് കല്യാണത്തിന്. ആ, മെടുക്കി കുട്ടി. ഒരുപാട് വേദനിച്ചോ മോക്ക്? പേടിച്ചു പോയോ മോള്? വീണപ്പോ പേടിച്ചില്ല, വണ്ടി ഓടി വന്നപ്പോ പേടിച്ചു. വണ്ടി വന്നപ്പോഴോ? ആ, ഞാൻ റോഡിലായി വീണത്. എന്നിട്ട് അമ്മ ഒരുപാട് കരഞ്ഞു. അച്ഛനോ? അച്ഛനാ എന്നെ തള്ളിയിട്ടത്. ഗോപികേ, കുട്ടികളെ വിലക്കരുത് അംബികെ. ഈ പ്രായത്തിലല്ലേ അവർക്ക് സത്യം പറയാൻ കഴിയൂ. ചക്രേ, അങ്കിള് പോട്ടെ. കേസ് ബാലപീഡനമാ. മിനിറ്റ് വെച്ചവനെ പൊക്കണം. വരട്ടോ, നോക്കാം. എക്സ്ക്യൂസ് മീ, തമ്പിയല്ലേ നന്ദകുമാരൻ? അതെ. ഇവിടെന്താ? ഞാനിവിടെ ഒരു ഇൻമേറ്റിനെ കൊണ്ട് വന്നപ്പോ. അതല്ല, വാർഡിൽ. ലെറ്റ്സ് ബി സ്ട്രൈറ്റ്. അംബികയെ കണ്ടോ? കണ്ടു. അപ്പോ ഇനി ഇതും കേസാവോ? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ മാഡം. അവിടെ നന്ദകുമാരൻ തമ്പി ഇല്ല, SI തമ്പിയേ ഉള്ളൂ. നന്ദകുമാരൻ തമ്പിയും SI തമ്പിയും ഉണ്ടാവില്ല. ഒരിക്കൽ നിങ്ങളൊക്കെ കൂടി എന്റെ കുടുംബത്തിന് മേൽ നടത്തിയ ചവിട്ട് നാടകം ഞാനും എന്റെ അച്ഛനും സഹിച്ചത് ഹരിയുടെ അഭിമാനമോർത്തും മാത്രോ. കാക്കി അണിഞ്ഞവന്റെ ധാർഷ്ട്യവുമായി ഒരിക്കൽ കൂടി ഞങ്ങൾക്കിടയിലേക്ക് ചുരണ്ടിക്കേറാൻ ശ്രമിച്ചാൽ mind it, it will be the last game for you. എന്തോ സാറേ ആ പോയ സാധനം? ഹരിസാറിന്റെ തലവിധി അല്ല, അതെന്താടോ? എന്താണ് അവനോട് ചെയ്യുന്നത്? ഏത് നേരം നോക്കിയാലും ഒരു നനഞ്ഞ കോഴിയെ പോലെ ഒരു ഇരിപ്പ്. സെല്ലിനകത്തും ഇങ്ങനെ തന്നെയാ. ഒരു പെണ്ണിന്റെ ഫോട്ടോ നോക്കി ഒരേ ഒരു ഇരിപ്പാ സദാസമയവും. പെണ്ണോ? അതെന്ന്, ഒരു പെണ്ണിന്റെ പടമുണ്ട് കയ്യില്. എന്നാ ഒന്ന് കാണണമല്ലോ. ഏതാ ആശാനെ പീസ്? ഞങ്ങൾക്ക് കൂടെ ഒന്ന് കിട്ടുമോ? എന്തോ നാടേ ഫോട്ടോയെ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. കൊന്നാളെയും പന്നി. എന്റെ മൈനയെ പറ്റി അങ്ങനെ ചിന്തിക്കെങ്കിലും ചെയ്താൽ ദാഹജലം ചോദിക്കാൻ വേണ്ടിയാണെങ്കിലും ഇനി എന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ വൃത്തികെട്ട നാക്ക് അനങ്ങിയാൽ അന്ന് നിന്റെ മരണമോ പറഞ്ഞേക്കാം.
ഓഹോ, പനിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പുസ്തകം വായനയാ? ദേ, തലവേദന കൂടും കേട്ടോ. നിങ്ങൾ ഡോക്ടർമാര് തന്നെയല്ലേ പറയാറ് പനി ഒരു അസുഖമല്ല, ശരീരത്തിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് എന്നൊക്കെ? ഇയാളെ പറഞ്ഞു തോൽപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഡോക്ടർക്ക് എന്തെങ്കിലും മാനസിക വിഷമമുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ കൃഷ്ണമണികളുടെ ഇളക്കത്തിൽ എനിക്കത് വായിച്ചെടുക്കാനാവും ഡോക്ടർ. അവ ചഞ്ചലമാണ്. അലസമായി കെട്ടിവെച്ചിരിക്കുന്ന മുടി, കണ്ണെഴുതുമ്പോ കൈയുടെ ചലനത്തിനുണ്ടാവുന്ന ചെറിയൊരു താളപ്പിഴ. ഒരു സ്ത്രീയുടെ മനോനില വായിച്ചെടുക്കാൻ ഇത്രയൊക്കെ ധാരാളം. സേതുവിന് വെറുതെ തോന്നുന്നതാ. കയ്യിലിരിക്കുന്ന സ്റ്റെത്ത് സ്വന്തം നെഞ്ചിലേക്കൊന്ന് വെച്ച് നോക്കിയാ ഡോക്ടർക്ക് ആ പറഞ്ഞത് എത്രമാത്രം അസത്യമാണെന്ന് മനസ്സിലാകും. നമ്മളൊക്കെ അങ്ങനെയാണ് ഡോക്ടർ. എപ്പോഴും മറക്കുന്നത് സ്വന്തം കാര്യമാണ്. ഡോക്ടറുടെ ഹസ്ബൻഡിന് എന്താണ് ജോലി? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ SP. കുട്ടികൾ? ഒരു മോള, 3rd സ്റ്റാൻഡേർഡിൽ. ഹൗ ഈസ് യുവർ ഹസ്ബൻഡ്? So lovable. Is he loving? Yes, of course. My spiritual light, ഓഷോ. ഒരേ നദിയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം കാലെടുത്ത് വയ്ക്കാൻ കഴിയില്ലെന്ന് ഹിരാക്ലീറ്റസ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ കുറിച്ചും ഇത് തന്നെ പറയാൻ കഴിയും. നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കുന്നു, അയാൾ അതേപോലെ നിലനിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അയാൾക്ക് അങ്ങനെയാകാൻ കഴിയില്ല. ഞാനല്ല, ഓഷോ, പേജ് നമ്പർ 75. ഒന്ന് മാറിക്കേ. മാനസേ, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ട് നീ മെല്ലിന്റെ അടുത്ത് കുമ്പസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേ അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. നീ ഒന്ന് അടങ്ങ് പെണ്ണേ. ഞങ്ങൾ ഇത്തിരി നേരം സ്വകാര്യം സംസാരിച്ചോട്ടെ. എന്താടി, ഞങ്ങൾ അറിയണ്ടാത്ത വിധത്തിൽ അത്രയ്ക്ക് സ്വകാര്യം? എന്താടി, പുതിയ പയ്യന്മാരെ വല്ലതും ബെഡ്റൂമിൽ കേട്ടിട്ടുണ്ടോ നീ? നിന്റെ ആ എക്സ്പീരിയൻസ് കേട്ടപ്പോ ശരിക്കും ഞാൻ ജലസായി പോയി കേട്ടോ. മുൻപ് യാതൊരു പരിചയമില്ലാത്തൊരു പയ്യൻ രാത്രി ബെഡ്റൂമില് ഒരു ഗന്ധർവനെ പോലെ. ഐ ലവ് ഇറ്റ്. എമർജൻസി ആയി ചില പ്രശ്നങ്ങൾ ഡിസ്കഷനിലൂടെ പരിഹരിക്കേണ്ടതിനാൽ ക്രൗഡ് ഈസ് ഡിസ്ബേഴ്സ്ഡ്. എന്റെ പൊന്ന് പെങ്ങന്മാരൊന്ന് ഒഴിഞ്ഞു തരണം. ആയിക്കോ ആയിക്കോ. മാനസേ, ഈ മെല്ലിനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിനക്ക് ആപത്താണേ. വാടി. എല്ലാം പോയി കിട്ടി. ഇനി നീ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറയ്. സിദ്ധാർത്ഥന് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നടി. പഴയതുപോലെ ഒരടുപ്പം കാണിക്കുന്നില്ല. അതൊക്കെ നിനക്ക് തോന്നുന്നതായിരിക്കും. അമ്മ, പെങ്ങൾ, 100 കൂട്ടം പ്രശ്നങ്ങളായില്ലേ പുറത്തിറങ്ങിയപ്പോ സിദ്ധാർത്ഥന്. നിന്റെ ബന്ധോസിൽ കഴിഞ്ഞിരുന്നപ്പോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. അല്ലാതെ സിദ്ധാർത്ഥന് എന്നോട് പിണക്കം തോന്നേണ്ട ഒരു കാര്യമില്ല. പിന്നെ പിന്നെ ഹരിയേട്ടനും ഗൗരി ചേച്ചിക്കും ഒക്കെയുള്ള അകൽച്ച മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഒരു പക്ഷേ അങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കൂ. പക്ഷേ എന്നെ കുഴിക്കുന്ന പ്രശ്നം അതല്ല. എല്ലാത്തിനും കൂടെ നിന്ന മൈനയും ഇപ്പൊ എന്നോടൊരു അകല വിട്ടാ പെരുമാറുന്നത്. മൈനയോ? എന്താടാ? കഥ വേണം. കഥയൊക്കെ നാളെ. മോളിപ്പൊ കണ്ണടച്ച് കിടന്നുറങ്ങ്. പറ്റില്ല, കഥ വേണം.
മനു ചിറ്റയാണെങ്കിൽ ഒരുപാട് കഥ പറഞ്ഞു തരുമല്ലോ. ഈ ചിറ്റ ഒരു കഥയില്ലാത്തവളാടാ. എന്ന് പറഞ്ഞാൽ ചിറ്റയുടെ കഥയൊക്കെ തീർന്നു പോയി. നാടകം തീർന്നിട്ടും ചിറ്റയുടെ കഥാപാത്രം മാത്രം അതൊന്നും അറിയാതെ സ്റ്റേജിൽ. വേഷമില്ല, ഡയലോഗില്ല. കുറച്ചു കഴിയുമ്പോ ആരെയും വന്ന് ഇറങ്ങി പോവാൻ പറയും. അതുവരെ ചിറ്റ ഇങ്ങനെ തന്നെ നിൽക്കും. ഈ ചിറ്റ എന്തൊക്കെയാ പറയുന്നേ? എന്താ ചോദിച്ചേ? കഥ പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങൂല. എന്ത് കഥയാ മോൾക്ക് വേണ്ടത്? മനുച്ചിട്ട് പറയാറുള്ള കഥ. അതേത് കഥ? രാജകുമാരിയുടെ കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കാൻ വന്ന രാജകുമാരന്റെ കഥ. പക്ഷേ കഥയുടെ അവസാനം മാത്രം മനുച്ചിട്ട് പറയില്ല. അവര് തമ്മിൽ കല്യാണം കഴിക്കോ ചിറ്റേ? കഴിക്കും മോളെ. ഹോ, സമാധാനായി. അതെന്താ മോളെ? എല്ലാ കഥയുടെ അവസാനം കല്യാണം അല്ലേ? എല്ലാ കഥയുടെ അവസാനം കല്യാണം അല്ല മോളെ.